പകുതി വില തട്ടിപ്പിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം 5000-ലധികം ആളുകൾക്കാണ് പണം നഷ്ടമായത്. കോഴിക്കോട് രാമനാട്ടുകരയുള്ള കേരള ഗ്രാമനിർമ്മാണ സമിതി വഴി നിരവധി ആളുകൾ ഇതേപോലെ പണം നൽകിയിരുന്നു. അങ്ങനെ സ്കൂട്ടർ ലഭിക്കാനായി കഴിഞ്ഞ സെപ്റ്റംബർ മാസം 60,950 രൂപ നൽകിയ മലപ്പുറം ചേലേമ്പ്രയിലുള്ള ഒരു സ്ത്രീ അവരുടെ സഹോദരി ഇന്നലെ കോഴിക്കോട് ഫറൂഖ് സ്റ്റേഷനിൽ പരാതി നൽകാൻ വേണ്ടിയെത്തി. അവിടെ എത്തിയ സമയത്ത് പോലീസ് പരാതി സ്വീകരിച്ചില്ല എന്നാണ് സോനയുടെ ആക്ഷേപം. എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഞാനിങ്ങനെ ചേച്ചിയുടെ പരാതിയായിട്ട് ഞാനാണ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നേ. ചേച്ചിയുടെ പരാതി, ചേച്ചിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയി. ഞാൻ കൊടുത്ത റിപ്പോർട്ട്, പരാതി അവർ പരസ്പരം കൈമാറി അവർ വായിച്ചു. എന്നിട്ട് എനിക്ക് അതിൻ്റെ റെസിപ്റ്റ് തരാൻ അവർ വില്ലിങ് ആയിരുന്നില്ല. കുറേ നേരം വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഞാൻ റെസിപ്റ്റ് ചോദിച്ചപ്പോൾ അവർ പല ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിയുകയായിട്ട് ഉണ്ടായത്. അവരാദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ പരാതി നീയാണോ കൊടുക്കുന്നത് എന്ന രീതിയിൽ സംസാരിച്ചു. അതുകൂടാതെ അവർ ഈ എതിർകക്ഷി, അതായത് കംപ്ലയിൻറ്റ് ചെയ്തായി നിയമനിർമ്മാണ സമിതിയുടെ ആ ടീമിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ എന്നെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. അതെങ്ങനെയാണ് ഒരു തട്ടിപ്പായി മാറുന്നത് എന്നുള്ള രീതിയിൽ എന്നെ വളരെ ഓരോ ചോദ്യങ്ങൾ എൻ്റെ മുന്നിൽ ചോദിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും റെസിപ്റ്റ് ചോദിച്ചു. ആ സമയത്ത് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആധാർ കാർഡ് വേണം എന്നിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ റെസിപ്റ്റ് തരാൻ വില്ലിങ് അല്ല. ഇന്ന് താങ്കൾ പൊക്കോളൂ, അടുത്ത ദിവസം വന്നിട്ട് റെസിപ്റ്റ് തരാം. അവർ ആ കംപ്ലയിൻറ്റ് ലെറ്റർ വാങ്ങി വെച്ചിട്ട് നാളെ വരാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ തന്ന ഈ കംപ്ലയിൻറ്റിന് ഒരു എവിഡൻസ് എന്ന് പറഞ്ഞത് ഈ റെസിപ്റ്റാണ്. അപ്പോൾ അത് തന്നാൽ എനിക്ക് പോകാമായിരുന്നു. 10 മണിക്ക് എനിക്കൊരു വേറൊരു സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞ സമയത്തും അവർ ഇതേപോലെ അവരിങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞാൽ അവർ റെസിപ്റ്റ് തരാൻ ഒട്ടും വില്ലിങ് അല്ല. അവർ ഈ കംപ്ലയിൻറ്റ് എടുക്കാൻ അവർ തയ്യാറല്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. അതുകൂടാതെ ഈ അനന്തു കൃഷ്ണ ഈ ടീമിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. ഇത് എങ്ങനെയാണ് ഒരു തട്ടിപ്പാവുന്നത് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇത്രയും റെലവൻ്റ് ആയ ഒരു കംപ്ലയിൻറ്റുമായി ചെല്ലുന്ന സമയത്ത് അവരുടെ രീതിയിൽ നല്ല നിയമപരമായ സപ്പോർട്ട് കിട്ടുമെന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പോയി എന്നെ വളരെ നിരാശപ്പെടുത്തുന്ന രീതിയിലാണ് അവർ പെരുമാറിയത്. അത് കേരള ഗ്രാമനിർമ്മാണ സമിതി ഉണ്ടല്ലോ, അവരെന്താ പറയുന്നത്? അവർ പറയുന്നത് 2-3 ദിവസത്തിനുള്ളിൽ ആ അനന്തകൃഷ്ണൻ ഇറങ്ങും, എന്നിട്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ന്യൂസിൽ ഇത്രയും വിവാദമായതുകൊണ്ട് അത് കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നിയമത്തിൻ്റെ സപ്പോർട്ട് നേടാൻ ഇവരുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റുമായി ചെന്നത്. ആ സമയത്ത് ആ സാറ് എൻ്റെ അടുത്ത് ഈ ആധാർ കാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പം അച്ഛൻ്റെ ഫ്രണ്ടും അതേപോലെ തന്നെ ഒരു പൊതുപ്രവർത്തകനുമായ ഷാജി KV എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയുണ്ടായി. അവരുടെ മുന്നിലിരുന്നാണ് വിളിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അവർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് അവർ റെസിപ്റ്റ് തരുന്നില്ല, നിങ്ങളൊന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ ഫോണിൽ ഞാൻ മാന്യമായി അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഈ സ്റ്റേഷനിലുള്ള സാർക്ക് കൊടുത്തു. അദ്ദേഹം ആ കോൾ എടുത്ത് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ മാന്യമായി കൊടുത്ത എൻ്റെ ഫോൺ അദ്ദേഹം തിരിച്ച് എൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു തന്ന രീതിയിലാണ് തന്നത്. അതുകൂടാതെ വളരെ മോശമായി ഒരു പരാതിക്കാരനോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന രീതിയിൽ പോലും അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരാതി അവിടെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പരാതി പേപ്പർ ഞാൻ റിട്ടേൺ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ കമ്മീഷണർക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ അദ്ദേഹം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുജനങ്ങളും നിയമം പഠിക്കുന്നുണ്ട്, അത് അദ്ദേഹം മനസ്സിലാക്കണം. അപ്പോൾ ഈ ഞാൻ കമ്മീഷണർക്ക് പരാതി അയച്ചതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അന്നേ ദിവസത്തെ CCTV വിഷ്വൽസ് ചെക്ക് ചെയ്തിട്ട് ആ സ്റ്റേഷനിൽ ആരാണോ അദ്ദേഹം ഡ്യൂട്ടിയിലിരുന്ന എൻ്റെ അടുത്ത് സംസാരിച്ച് മോശമായി പെരുമാറിയ അദ്ദേഹത്തിന് വേണ്ട നിയമ നടപടികൾ എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇതിലെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ട് സോന മുന്നോട്ട് പോവുകയാണ്. രാമനാട്ടുകര സേവാമന്ദിരത്തുള്ള കേരള ഗ്രാമനിർമ്മാണ സമിതി അതുവഴി 1450 പേരാണ്, അതിൽ സ്ത്രീകളും വിദ്യാർത്ഥികളുമാണ് പണം അടച്ചിരിക്കുന്നത്. അവർ ഒരു ഒഫീഷ്യൽ ഒരു ലെറ്റർ ഇവർക്ക് നൽകിയിരിക്കുന്നത് മാർച്ച് 10-ന്, അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ ഇതിനകത്തൊരു പരിഹാരം കാണാം. ഒന്നെങ്കിൽ പണം തിരികെ നൽകാം, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സ്കൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ നൽകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജിബേഷിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.